Good morning guys, welcome back to my YouTube channel. I am Parthan Ravi. ഈ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്തു എന്നതിനർത്ഥം നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യണം എന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് ചിന്തിക്കും. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 25 വഴികൾ, പൈസ ലാഭിക്കാൻ, സമ്പാദിക്കാനല്ല, ലാഭിക്കാനുള്ള 25 വഴികൾ. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് കുക്ക് അറ്റ് ഹോം ആണ്. അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുക. കമ്പാരിറ്റീവ്ലി നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്നതിനേക്കാളും എക്സ്പെൻസ് കുറവായിരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുക എന്നത് മീൻസ് നമ്മൾ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. അനാവശ്യമായ ഈ ഫുഡ്, അതായത് സാൻഡ്വിച്ച്, ബർഗർ, സൊമാറ്റോ, സ്വിഗ്ഗി, അതെല്ലാം ഒഴിവാക്കിയിട്ട് വീട്ടിൽ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തേത് യൂസ് കൂപ്പൺസ്. അതായത് നമുക്കിപ്പോ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലായിടത്തും നമുക്ക് കൂപ്പണുകൾ കിട്ടും. അതായത് ഒരു 40% ഓഫർ, 30% ഓഫർ. അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ കയ്യിലും കിട്ടും കൂപ്പൺസ്. എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോഴോ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്ത് കൂപ്പൺ കിട്ടിയാലും അതൊന്ന് തുറന്നു നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളതാണോ എന്നൊന്ന് നോക്കുക. സാധാരണ ചിലർ കൂപ്പൺ കിട്ടുമ്പോൾ ചുമ്മാ സ്ക്രാച്ച് ചെയ്യും, എടുത്ത് കളയും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കൂപ്പൺ ആണെങ്കിൽ അത് യൂസ് ചെയ്യാൻ മടിക്കരുത്. മൂന്നാമത്തേത് ബൈ ജനറിക്, അതായത് ജനറിക് മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെ ചുമ്മാ എടുത്തു ചാടി വാങ്ങാൻ പറ്റിയ ഒരു സാധനമല്ല ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് ഏതാണോ നല്ലത് അത് മാത്രം നോക്കി വാങ്ങുക. അതായത് നമുക്ക് കമ്പാരിറ്റീവ്ലി സാധാ മെഡിസിനേക്കാളും പൈസ കുറച്ച് കിട്ടുന്നതാണ് ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത്. ചെയ്യാൻ പറ്റിയ ഒരു കാര്യമേ ഉള്ളൂ, സർക്കാർ ആശുപത്രിയിൽ പോവുക. ഇപ്പോൾ ഉള്ള എല്ലാ ആശുപത്രികളും നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും നല്ല വില കുറച്ച് മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഞാനും സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ് പോകുന്നത്. പൈസ കുറച്ച് 5 രൂപ മാത്രം കൊടുത്താൽ മതി, 5 രൂപ ടോക്കൺ കൊടുത്താൽ മതി. ഇപ്പൊ 10 രൂപയാണെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ, നമുക്ക് നല്ല മെഡിസിൻ കിട്ടും. നാലാമത്തേത് ക്യാൻസൽ സബ്സ്ക്രിപ്ഷൻസ്. അതായത് അനാവശ്യമായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം ക്യാൻസൽ ആക്കുക. ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, ഇവിടെയെല്ലാം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ എല്ലാം ക്യാൻസൽ ആക്കുക. വെറുതെ ആവശ്യമില്ലാതെ 1000 2000 രൂപയ്ക്ക് കയറി സബ്സ്ക്രൈബ് ചെയ്തിടേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. അതായത് ഏത് സിനിമ ആണെങ്കിലും നമുക്ക് ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ നോക്കിയിട്ട് വേണ്ടതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയുക. നാലാമത്തേത് ഹോം മെയ്ഡ് ഗിഫ്റ്റ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം, ഭയങ്കര എക്സ്പെൻസീവ് സാധനം വാങ്ങാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കഴിവ്? നിങ്ങൾക്ക് ചിലപ്പോൾ പടം വരയ്ക്കാനുള്ള കഴിവുണ്ടാകും. എന്നാൽ അത് വെച്ചിട്ട് നിങ്ങൾ അയാൾക്ക് ഒരു പടം വരച്ച് കൊടുക്കൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെ ഉണ്ടാക്കി കൊടുക്കൂ. വെറുതെ വലിയ എക്സ്പെൻസീവ് സമ്മാനങ്ങൾ വാങ്ങി കൊടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും അയാൾക്കൊരു മെമ്മറബിൾ ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്ന ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്കില്ല്, അത് വെച്ച് നിങ്ങളൊരു ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കൂ. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ഒരു ബൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും, ബൊക്കെ. അപ്പോൾ അയാൾക്ക് ഒരു ബൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ. വെറുതെ എന്തിനാണ് ഭയങ്കര വലിയ ഐഫോണും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നത്? പൈസ ഉണ്ടെങ്കിൽ വാങ്ങി കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ പൈസ സേവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്നേഹവും കൂടി ചേർത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ. ആറാമത്തേത് ലിമിറ്റ് ടേക്ക് ഔട്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ ഒരു ATM-ൽ പൈസ എടുക്കാൻ പോവാണ്, നമുക്ക് 2000 രൂപയുടെ ആവശ്യമേ ഉള്ളൂ. 2000 രൂപയുടെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പോയി എടുക്കുമ്പോൾ വിചാരിക്കും, അയ്യോ, ഒരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ കൂടി എടുത്ത് കയ്യിൽ വെച്ചേക്കാം. പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോ, അങ്ങനെ നിങ്ങൾ 500 രൂപ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ചുമ്മാ ഇരിക്കുന്ന 500 രൂപയ്ക്ക് വലിഞ്ഞു കയറിയായാലും ഒരു ആവശ്യം വരും. അപ്പോ നമ്മുടെ കയ്യിൽ എത്ര പൈസ ഇരിക്കുന്നു അത്രത്തോളം അത് ചെലവായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൈസ മാത്രം ATM-ൽ നിന്ന് വലിക്കുക. ഏഴാമത്തേതാണ് പാക്ക് ലഞ്ച്. അതായത് നമ്മളിപ്പോ ഒറ്റ ദിവസത്തെ ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ലഞ്ച് കൂടി കയ്യിൽ കൊണ്ടുപോകാം. എന്തിനാണ് വെറുതെ പുറത്തുനിന്നുള്ള അഴുക്ക ഫുഡുകൾ വാങ്ങി കഴിക്കുന്നത്? വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ലഞ്ച് കൊണ്ടുപോയിക്കൂടെ? അതിലൂടെ നമുക്ക് പൈസ ലാഭിക്കാനും പറ്റും. അത് പോയിട്ട് ഇപ്പോൾ ഒരു ഊണിന് എത്ര രൂപയാണ്? 100, 150, 120-ൽ കുറഞ്ഞ് ഫുഡ് കിട്ടാനുമില്ല. എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് ലഞ്ച് കൊണ്ടുപോയാൽ അതിന്റെ പകുതി പൈസക്ക് കാര്യം നിൽക്കും. നല്ല ഹെൽത്തി ഫുഡും കഴിക്കാം. വെറുതെ പുറത്തുള്ള അഴുക്ക ഫുഡ്, അതായത് അവന്മാരത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ പ്ലേറ്റിൽ കിട്ടുന്നത് വാങ്ങി കഴിച്ചുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ലത് പാക്ക് ലഞ്ച്. എട്ടാമത്തേത് ബൾക്ക് ബൈയിങ് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുമ്പോൾ 1 മാസത്തേക്കുള്ള സാധനം കണക്കാക്കി എഴുതി വാങ്ങുക.
അതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ അല്ലെങ്കിൽ ഓരോ ദിവസത്തെ ആവശ്യത്തിന് അന്നന്ന് പോയി ഓരോ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് അങ്ങ് കയറി പോകും. മറ്റേത് ഇപ്പോൾ എന്തെങ്കിലും മുളക് പൊടി ആയാലും അരി ആയാലും എന്തായാലും നമുക്ക് ഒരു മാസത്തേക്കുള്ളത് വാങ്ങി വെക്കണം. അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. 9ാമത്തേത് ട്രാക്ക് എക്സ്പെൻസസ്, അതായത് ഓരോ ദിവസവും എത്ര രൂപ ചിലവാകുന്നു എന്നുള്ളത് ഒരു മാസം നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ഒരു ചെറിയ മുട്ടായി വാങ്ങിയാലും അതും എഴുതി വെക്കുക. ഒരു മാസം നിങ്ങൾക്ക് എത്ര രൂപ ചിലവായി എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോ ഈ എഴുതി വെച്ചത് കണക്ക് കൂട്ടിയിട്ട് അടുത്ത മാസം വീണ്ടും എഴുതണം. എന്നിട്ട് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഏത് സാധനം വാങ്ങിച്ചപ്പോഴാണ് അല്ലെങ്കിൽ എവിടെ പോയപ്പോഴാണ് എന്ത് വാങ്ങാൻ പോയപ്പോഴാണ് പൈസ കൂടുതലായത് അതൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കൂ. 10ാമത്തേത് കാർ പൂളിംഗ്. എന്താണ് ഈ കാർ പൂളിംഗ്? ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ, ഇവിടെ നിന്ന് 20 കിലോമീറ്റർ നിങ്ങൾ കാറിൽ ട്രാവൽ ചെയ്താണ് ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷേ നിങ്ങൾ പോകുന്ന ആ ഒരു ഏരിയ, നിങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്നും 5 പേര് ഇതേപോലെ കാർ ഓടിച്ച് ആ ഒരു ജോലി സ്ഥലത്തേക്ക്, നിങ്ങൾ അതേ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോ 5 കാറ് പോകണം, 5 പേരും പെട്രോൾ അടിക്കണം, 5 പേരെ കയ്യിൽ നിന്നും പൈസയാവും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാർ പൂളിംഗ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട്, അതായത് ഈ 5 പേർക്കും കൂടി ഒറ്റ കാറിൽ പോവാം. മനസ്സിലായോ? അപ്പോ അവിടെ ചെലവ് കുറയും. ഒരു ദിവസം ഒരാളുടെ കാർ എടുത്താൽ മതി. അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കാറിൽ തന്നെ 5 പേർക്ക് ഒരുമിച്ച് പോവാം. അപ്പോൾ അവിടെ എക്സ്പെൻസ് കുറയും. കാർ പൂളിംഗ് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് കാർ പൂളിംഗ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും നിങ്ങൾക്ക് അതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് പോകാം. ഇപ്പോൾ 2 പേര് 2 വീലറിൽ പോകണമെങ്കിലും കുഴപ്പമില്ല. ഒരു ദിവസം ഒരാളുടെ 2 വീലറിൽ 2 കയറി പോയിക്കൂടെ? അങ്ങനെയും പോവാം. അതിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പെട്രോൾ വിലയെല്ലാം കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അത് ആലോചിച്ച് ചെയ്യുക. 11ാമത്തേത് ത്രിഫ്റ്റ് ഷോപ്പിംഗ് ആണ്. ഇത് ബാംഗ്ലൂരിലൊക്കെ ശരിക്കുകൊണ്ട് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. ഈ വിന്റേജ് ക്ലോത്തും അതുപോലെ തന്നെ വിന്റേജ് സാധനങ്ങളും എല്ലാം വളരെ വില കുറച്ച് നമുക്ക് വാങ്ങി ഇടാനായിട്ട് കിട്ടും. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകുമ്പോൾ നമുക്ക് വേണമെന്നുള്ള ഒരു കാര്യമാണ് സെറ്ററൊക്കെ വിന്റേജ് കാലത്തുള്ള സാധനങ്ങളെല്ലാം വളരെ വില കുറച്ച് ത്രിഫ്റ്റ് ഷോപ്പിങ്ങിൽ കിട്ടുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 12ാമത്തേത് യൂസ് എനർജി എഫിഷ്യന്റ്, അതായത് LED ബൾബുകൾ. അധികം കറണ്ട് വലിച്ചെടുക്കാത്ത ഇലക്ട്രോണിക് സാധനങ്ങൾ യൂസ് ചെയ്യുക. എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ബൾബ് ചീത്തയെന്ന് വെച്ചാൽ LED വാങ്ങിച്ചിട്ടോ, അതൊന്നും വലുതായിട്ട് കറണ്ട് എടുക്കുന്ന സാധനങ്ങളല്ല. നിങ്ങളുടെ വീട്ടിലെ എല്ലാ പഴയ സാധനങ്ങളും, പഴയ TV ഉൾപ്പെടെ എല്ലാം മാറ്റിയിട്ട് പുതിയ സാധനങ്ങളാക്കിക്കുക. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ സാധനങ്ങൾക്കെല്ലാം ലെസ് എനർജി ആവശ്യമുള്ളൂ. എല്ലാം എനർജി എഫിഷ്യന്റ് ആണ്. വളരെ കുറച്ച് കറണ്ട് മാത്രമേ അത് വലിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും അതും ഒന്ന് പരിഗണിച്ച് നോക്കുക. 13ാമത്തേത് റിപ്പയർ ക്ലോത്ത്, അതായത് എന്തെങ്കിലുമൊക്കെ കീറലോ ഷർട്ടിന്റെ ബട്ടൺസ് പൊട്ടിയാലോ അതൊക്കെ നമുക്ക് വീണ്ടും ഒന്ന് തയ്ച്ച് അല്ലെങ്കിൽ ഒന്ന് തയ്പ്പിച്ചൊക്കെ ഇടാവുന്നതേ ഉള്ളൂ. 500 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് മേടിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമുക്കറിയാമെങ്കിൽ നമ്മളതൊന്ന് ശരിയാക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിച്ചിങ് സെന്ററിൽ കൊടുക്കുക. 10, 20, 30 രൂപയൊക്കെ മതിയാവും. അതൊന്ന് ശരിയാക്കി ഇട്ടാൽ മതി. കുറെ കാലം നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിപ്പയർ ക്ലോത്ത്. 14ാമത്തേത് അൺപ്ലഗ് ഡിവൈസസ്. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനെ അൺപ്ലഗ് ചെയ്ത് ഇടുക. നമ്മളിപ്പോൾ ഇരുന്ന് TV കാണും, എന്നിട്ട് TVയുടെ റിമോട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പോകും. അവിടെ തന്നെ പ്ലഗ് കിടക്കും. അതിൽ നിന്ന് ഒരുപാട് കറണ്ട് വലിച്ചെടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അയൺ ബോക്സ് ആണ് ഏറ്റവും കൂടുതൽ കറണ്ട് വലിച്ചെടുക്കുന്നത്. അയൺ ബോക്സ് തേച്ചിട്ട് ആ പ്ലഗ് ഊരാതെ പോകരുത്. പ്ലഗ് ഊരിയിട്ടിട്ട് വേണം പോകാനായിട്ട്. എന്തൊരു സാധനം യൂസ് ചെയ്താലും അതിന്റെ യൂസ് കഴിഞ്ഞ ഉടനെ തന്നെ അതിനെ അൺപ്ലഗ് ചെയ്ത് ഇടുക. 15ാമത്തേത് ക്യാൻസൽ അൺയൂസ്ഡ്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ന്യൂസ് പേപ്പർ നിങ്ങൾ വരുത്താറുണ്ടെങ്കിൽ അത് നിങ്ങൾ വായിക്കാറില്ലെങ്കിൽ അത് പിന്നെ എന്തിനാണ് വരുത്തുന്നത്? ഇപ്പോ എല്ലാ വീട്ടിലും ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. അവര് അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഫോണിൽ നോക്കും, വന്നിരുന്ന് TVയിൽ വാർത്ത കാണും. പിന്നെ ആരാണ് ഈ പത്രം മറിച്ച് നോക്കുന്നത്? ചുമ്മാ ഒരു ഗമയ്ക്ക് നമ്മളൊന്നും വാങ്ങിച്ചിടേണ്ട ആവശ്യമില്ല. പത്രം നിങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ അതിനെ ഒന്ന് ക്യാൻസൽ ആക്കുക. അതുപോലെ തന്നെയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ. അതായത് ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ വരുത്തിയിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ക്യാൻസൽ ചെയ്തേക്കുക. ഉപയോഗിക്കാത്ത സാധനത്തിന് വെറുതെ നമ്മൾ പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. ആവശ്യമുള്ളത് മാത്രം വാങ്ങി യൂസ് ചെയ്യുക. 16ാമത്തേത് ഷോപ്പ് സെയിൽസ് ആണ്. അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇടത്തരക്കാരില്ലാതെ നേരിട്ട് ഷോപ്പിൽ പോയി വാങ്ങുക.
ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ തവണ പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് വാങ്ങാറുണ്ട്. പക്ഷെ അവർ നല്ല ലാഭം എടുത്തിട്ടാണ് നമുക്ക് കൊണ്ടുതരുന്നത്. എന്തൊരു സാധനം വാങ്ങണമെങ്കിലും ഷോപ്പിൽ പോയി നേരിട്ട് വാങ്ങുക. ഒരു ഇടത്തരക്കാരെയും നിങ്ങൾ സമീപിക്കരുത്. ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരാളുടെ അടുത്ത് പറഞ്ഞ് അയാൾക്ക് കമ്മീഷൻ കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളുടെ കയ്യിൽ പോയിട്ട് നേരിട്ട് സാധനം വാങ്ങുക. ഷോപ്പ് സെയിൽസ്. 17ാമത്തേത് ബ്രൗൺ ബാഗ് ലഞ്ചാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോയാലും പിള്ളേരെ സ്കൂളിൽ വിട്ടാലും അവർക്കുള്ള ലഞ്ച് കൊടുത്തു വിടുക. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ലഞ്ച് കൊണ്ടുപോകുക. ഒരാഴ്ച നിങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോയി കഴിക്കുന്നതും ഒരാഴ്ച നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചിട്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി, അറിയാൻ പറ്റും. ഒരുപാട് പൈസ നമുക്ക് ചിലവാകും. അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കും ജോലിക്ക് പോകുന്ന ആൾക്കാരും എല്ലാവരും ലഞ്ച് കൊണ്ടുപോകുക. 18ാമത്തേത് ബ്രിങ് യുവർ ഓൺ ബിവറേജ്. അതായത് എവിടെ പോയാലും നിങ്ങൾക്ക് കുടിക്കാനുള്ള സാധനങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടുപോകുക. നമുക്കിപ്പോ കുറച്ച് ദൂരെ യാത്രയാണ്, നമ്മൾ പോകുന്ന കാറിലാണ് എന്നുണ്ടെങ്കിൽ ഒരു കുപ്പി ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഒരു കുപ്പിയിലാക്കി കൊണ്ടുപോകുന്നത് എത്രയോ നല്ലതാണ്. നമ്മളല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് പോയിട്ട്, അതായത് ഒറ്റ ദിവസത്തെ യാത്രയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഒരു 4 കുപ്പി വെള്ളം വാങ്ങി കുടിച്ചെന്ന് വെച്ചോ, എത്ര രൂപ ചിലവാകും? അപ്പോൾ നിങ്ങൾ ബോട്ടിൽ വെള്ളം കൊണ്ടുപോവുക, ജ്യൂസ് കൊണ്ടുപോവുക, ചൂട് നിൽക്കുന്ന ഫ്ലാസ്കിൽ ചായ കൊണ്ടുപോവുക. അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശ്വസിച്ച് കുടിക്കാം. 19ാമത്തേത് യൂസ് ക്യാഷ്. എപ്പോഴും പൈസ ഉപയോഗിക്കുക. ജിപേ ഒക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് പൈസ യൂസ് ചെയ്യുക. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ആ പൈസയ്ക്ക് അനുസരിച്ച് ചിലവാക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ടൂർ പോകണമെന്ന് വെച്ചോ, നമ്മുടെ അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ഇങ്ങനെ ജിപേ കൊണ്ട് കാണിക്കും, എല്ലാം സ്കാൻ ചെയ്ത് വാങ്ങും. മറ്റേത് കയ്യിലുള്ള പൈസ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ 10,000 രൂപയുണ്ട്, 3 ദിവസത്തെ ട്രിപ്പാണ്, നമ്മളിവിടെ 2 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ 10,000 രൂപയ്ക്ക് വരുന്ന ചിലവേ ഉള്ളൂ. അത്രയും രൂപയ്ക്ക് നമ്മൾ ചിലവാക്കുകയുള്ളൂ. മറ്റേത് നമ്മുടെ അക്കൗണ്ടിൽ 50,000 രൂപയുണ്ടെന്ന് വെച്ചോ, നമ്മുടെ കണ്ണി കാണുന്ന എല്ലാം വാങ്ങണം. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ വാങ്ങിച്ചു പോകും. 20ാമത്തേത് നോ ഇമ്പൾസീവ് ആണ്. അതായത് എടുത്തു ചാടി ഒന്നും വാങ്ങാൻ നിൽക്കരുത്. എടുത്തു ചാടി ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് നല്ലൊരു ഐസ്ക്രീം കണ്ടു, നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി കുടിച്ചു പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാട്ടർ ആക്ടിവിറ്റി, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കണ്ടു പോയി അങ്ങ് ചെയ്യും. അങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഇത് ചില ആൾക്കാരുണ്ട്, എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വിട്ട് കഴിഞ്ഞാൽ ആ കടയിലുള്ള എല്ലാ ഐറ്റത്തിൽ നിന്ന് ഓരോന്നും വാങ്ങും വെറുതെ. അതായത് കാണുമ്പോൾ ഒരു ത്വര, ആ ത്വര നിങ്ങൾ ഉപയോഗിക്കരുത്. ആ ത്വര നിങ്ങൾ ഉപേക്ഷിക്കുക. പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും വാങ്ങരുത്. പെട്ടെന്ന് എടുത്തു ചാടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ, അതായത് പൈസ ചിലവാക്കിയിട്ടുള്ള ഒരു കാര്യങ്ങളും എടുത്തു ചാടി ചെയ്യരുത്. 21ാമത്തേത് ലിമിറ്റ് ബ്രാൻഡ്. ഇപ്പൊ എല്ലാവരും ബ്രാൻഡിന് പിന്നാലെയുള്ള ഓട്ടമാണ്. ഒരു ഷർട്ട് എടുക്കാൻ പോയാലും അത് പൈസ കൂടുതലാണെങ്കിൽ ആ ഒരു ബ്രാൻഡേ വാങ്ങുള്ളൂ. അങ്ങനെയല്ല, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് നോക്കി വാങ്ങുക. എല്ലാ ബ്രാൻഡിന്റെ സാധനങ്ങളും ക്വാളിറ്റിയാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ബ്രാൻഡ് വാങ്ങണം, അതായത് ഭയങ്കര ബ്രാൻഡ് വാങ്ങണമെന്നില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം നല്ലതാണെങ്കിൽ വാങ്ങുക, അത്രേ ഉള്ളൂ. 22ാമത്തേത് റീഫില്ല് വാട്ടർ ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു 4 ദിവസത്തെ ട്രിപ്പ് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു കുപ്പിയും കൂടി എടുത്ത് വെച്ചേക്കുക. എവിടെയാണോ നല്ല വെള്ളം കിട്ടുന്നത് അവിടെ നിന്ന് വെള്ളം എടുക്കുക, കുടിക്കുക, വീണ്ടും റീഫിൽ ചെയ്യുക, പോവുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 4 ദിവസത്തെ ട്രിപ്പ് പോകുമ്പോൾ കുറഞ്ഞതൊരു 40 കുപ്പി മിനറൽ വാട്ടറെങ്കിലും വാങ്ങേണ്ടി വരും ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ വെച്ചിട്ട്. 23ാമത്തേത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് വാക്ക് മോർ. അപ്പുറത്തെ അമ്മച്ചിയുടെ കടയിൽ സാധനം വാങ്ങാൻ പോകണമെങ്കിലും 2 വീലറിലേ പോകുള്ളൂ. മീൻ വാങ്ങാൻ പോകുമ്പോൾ 4 വീലറിലേ പോകുള്ളൂ. എന്തിന്? കൂടുതലായിട്ട് നടക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വീട്ടിന്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ് നിങ്ങൾക്ക് പോകേണ്ടതെങ്കിൽ നിങ്ങൾ നടന്നു പോവുക. നടക്കുന്നത് നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്. 24ാമത്തേത് പബ്ലിക് ട്രാൻസ്പോർട്ട്, അതായത് KSRTC, പ്രൈവറ്റ് ബസ്, അതൊക്കെ യൂസ് ചെയ്യുക. പെട്രോളിന്റെ വിലയൊക്കെ ഇങ്ങനെ കൂടി പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള KSRTC ബസ്, ഇപ്പോൾ എല്ലാ റൂട്ടിലും KSRTC ഓടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരു ദിവസം 100 രൂപ വരെ പെട്രോൾ കത്തിച്ച് പോകുന്നതിനേക്കാൾ എത്ര ബെറ്ററാണ് 10, 30, 40 രൂപ കൊടുക്കുന്നത്, അല്ലേ? അത് പോയിട്ട് ബസ്സിൽ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സേഫാണ്. നമുക്ക് വേറെ ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ല. ഇനി പറയാൻ പോകുന്നത് 25ാമത്തേതാണ്. നമ്മളൊന്നും എത്തിയിട്ടില്ല, 25 എത്തിയിട്ടേ ഉള്ളൂ. എൻ്റെ സൗണ്ട് എല്ലാം പോയി, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ 25ാമത്തേത് ഫിക്സ് ഇൻസ്റ്റഡ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കേടായി എന്ന് വെച്ചോ, വീട്ടിലെ TV കേടായി, അപ്പോൾ നമുക്കതിനെ ഒന്ന് ഫിക്സ് ആക്കാവുന്നതല്ലേ ഉള്ളൂ. ഏതെങ്കിലും ഒരു മെക്കാനിക്കിനെ വിളിച്ചൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയാക്കാം. അപ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ എന്തൊരു സാധനം കേടായി പോയാലും നിങ്ങൾ
അതിനൊന്ന് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പൈസ ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ വരാം, പാർട്ട് 2 ആയിട്ട് വരാം. സോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.